കത്തിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യയിൽ ബദ്ധവൈരികളായ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം കൂടുതൽ ആളിക്കത്തുമോ എന്ന ആശങ്കയിലാണ് ലോകം. ഇറാന്റെ സിറിയയിലെ കോൺസുലേറ്റ് ഇസ്രായേൽ ആക്രമിച്ചതിനു പിന്നാലെ ഇറാൻ നടത്തിയ പ്രത്യാക്രമണമാണ് മേഖലയെ കൂടുതൽ അശാന്തമാക്കിയത്. സംഘർഷം ഒഴിവാക്കാൻ ലോകരാജ്യങ്ങൾ ശ്രമിക്കുന്നതിനിടെ ഇസ്രായേൽ ഇറാനിൽ വ്യോമാക്രമണം നടത്തി. എന്നാൽ തിരിച്ചടിച്ചതായി ഇസ്രായേലും അടികൊണ്ടതായി ഇറാനും സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാന്റെ ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി എന്ന് US സ്ഥിരീകരിച്ചു. അത് കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടം എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പരിഹാസം. അടിക്ക് തിരിച്ചടിയായല്ലോ, ഇനി ഇരുവിഭാഗവും സംയമനം പാലിക്കണം എന്ന വിവിധ രാജ്യങ്ങളുടെ ആവശ്യം ഇറാനും ഇസ്രായേലും അംഗീകരിക്കുമോ എന്ന് നിരീക്ഷിക്കുകയാണ് രാജ്യാന്തര സമൂഹം. ഏപ്രിൽ 14 ഇറാൻ നടത്തിയ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് കാമറോണും ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലീന ബാർബോക്കും ഇസ്രായേൽ തലസ്ഥാനത്ത് എത്തി. ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നും അത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യയിൽ അഗ്നിയായി പടരുമെന്നും അറിയാവുന്നതുകൊണ്ട് സംയമനം പാലിക്കണമെന്ന ആഗോള സമ്മർദ്ദം അറിയിക്കാനായിരുന്നു ഇരു നേതാക്കളും ധൃതി പിടിച്ച് ടെൽ അവീവിലെത്തിയത്. എന്നാൽ അവരോട് നെതന്യാഹുവിന്റെ തീരുമാനം ഉറച്ചതായിരുന്നു. സ്വന്തം രാജ്യത്തെ എങ്ങനെ സംരക്ഷിക്കണമെന്ന കാര്യം ഞങ്ങൾ തീരുമാനിക്കുമെന്നും അതിനു വേണ്ടതെല്ലാം ചെയ്യുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. തുടർന്ന് മറ്റൊന്നുകൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഞങ്ങളുടെ തിരിച്ചടി ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ 85ാം ജന്മദിനത്തിലായിരിക്കുമെന്നും. വെള്ളിയാഴ്ച പുലർച്ചെ പ്രാദേശിക സമയം 4:40 ഇസ്രായേൽ വാക്കുപാലിച്ചു. അയത്തുള്ള അലി ഖമേനിയുടെ ജന്മദിനത്തിൽ ഇറാന്റെ മൂന്നാമത്തെ പ്രധാന നഗരമായ ഇസ്ഫഹാനിനെ ലക്ഷ്യമാക്കി ഇസ്രായേൽ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തു. ഇറാന്റെ നതാൻസ് ആണവ നിലയവും സുപ്രധാന വ്യോമത്താവളവും സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാന നഗരമാണ് ഇസ്ഫഹാൻ. 3 ഡ്രോണുകളും ചെറു ക്വാഡ് കോപ്റ്ററുകളും വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തെന്ന ഇറാൻ സർക്കാരിന്റെ സൈബർ സ്പേസ് ഏജൻസി വക്താവ് അറിയിച്ചു. ഇസ്ഫഹാനിൽ നിന്ന് 800 കിലോമീറ്റർ അകലെ തബ്രീസിലും ചെറു ഡ്രോണുകൾ വെടിവെച്ചിട്ടു. ആണവ നിലയങ്ങൾക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചില്ലെന്ന് ഇറാനും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും അറിയിച്ചു. ബാഹ്യശക്തികളുടെ നുഴഞ്ഞുകയറ്റം എന്ന് പറഞ്ഞ് സംഭവത്തെ നിസ്സാരവൽക്കരിക്കാനാണ് ഇറാൻ ശ്രമിച്ചത്. ആണവ കേന്ദ്രത്തിന് നാശമുണ്ടാകില്ലെന്ന് അറിഞ്ഞു തന്നെയാവണം ഇസ്രായേൽ ആക്രമണത്തിന് മുതിർന്നത്. ഇരു രാജ്യത്തെ മാധ്യമങ്ങളും സംഭവത്തിന് അമിത പ്രാധാന്യം കൊടുത്തതുമില്ല. ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ പേരെടുത്ത് ഇറാൻ പരാമർശിച്ചില്ല. രാജ്യത്തിനകത്തു നിന്നുണ്ടായ ലഘു ആക്രമണമാണ് എന്നും നാശമില്ലെന്നും ഇറാൻ സേനാ മേധാവി മുഹമ്മദ് ബാഖരിയും പറഞ്ഞു. ഇറാനിൽ പ്രവേശിച്ച 3 വസ്തുക്കൾ വെടിവെച്ചിട്ടെന്നും അത് ഡ്രോൺ അല്ലെന്നും ഞങ്ങളുടെ കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടം പോലെ തോന്നുന്നുവെന്നും പറഞ്ഞ് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയനും സംഭവത്തെ പരിഹസിക്കാൻ ശ്രമിച്ചു. ഇതുമായി ഇസ്രായേലിന് എന്തെങ്കിലും ബന്ധമുള്ളതായി തെളിഞ്ഞിട്ടില്ലെന്നും അന്വേഷിച്ചു വരികയാണെന്നും വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാൽ പകരം വീട്ടാനാണ് ഇസ്രായേലിന്റെ നീക്കമെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയൻ മുന്നറിയിപ്പ് നൽകി. സംഭവത്തിന്റെ പേരിൽ ആരെയും തിരിച്ചടിക്കാൻ തയ്യാറല്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെ യുദ്ധം ഒഴിവാക്കാൻ തീവ്രശ്രമം നടത്തിയ നയതന്ത്രജ്ഞർ ആശ്വാസം കൊണ്ടു. ആക്രമണം നടന്നതായി ഇറാനോ ഇസ്രായേലോ സ്ഥിരീകരിച്ചില്ല. എന്നാൽ ഡ്രോണുകൾ അയച്ചത് ഇസ്രായേലാണെന്ന് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച അമേരിക്കൻ മാധ്യമങ്ങളായ ABC ന്യൂസും ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തു. ആക്രമണം നടത്തുന്നതിന് മുൻപ് തങ്ങളെ വിവരം അറിയിച്ചിരുന്നതായി ഇറ്റലിയിൽ നടക്കുന്ന G7 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ US അറിയിച്ചു. എന്നാൽ ഇറാനിലെ ഡ്രോൺ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ അമേരിക്കയോട് അവസാന നിമിഷമാണ് അറിയിച്ചതെന്ന് ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അന്റോണിയോ ടജാനി വെളിപ്പെടുത്തി. ഏപ്രിൽ 1 സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിനുമേൽ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൽ ഇറാന്റെ 7 സൈനികോദ്യോഗസ്ഥർ അടക്കം 24 പേർ കൊല്ലപ്പെട്ടു. ഇതിന് തിരിച്ചടിയായാണ് ഏപ്രിൽ 14 ഇറാൻ ഇസ്രായേലിലേക്ക് 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തത്. സമ്മർദ്ദങ്ങൾ കൊണ്ട് ഇറാൻ ആക്രമണം നടത്തേണ്ടി വന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് US-നെയും യൂറോപ്യൻ യൂണിയനെയും ബ്രിട്ടനെയും അറിയിച്ച ശേഷം ഇറാൻ ആക്രമണം നടത്തിയത്.
ഇറാന്റെ ആക്രമണത്തെ യുഎസിന്റെയും യുകെയുടെയും പിന്തുണയോടെ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നിഷ്പ്രയാസം തകർക്കാൻ കഴിഞ്ഞു. അടിക്ക് തിരിച്ചടി ഉറപ്പാണെന്നുള്ളതുകൊണ്ടാണ് സംയമനം പാലിക്കണമെന്ന് ഇരു രാജ്യങ്ങളോടും വിവിധ രാഷ്ട്രത്തലവന്മാർ ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ വർഷം പൊതു തിരഞ്ഞെടുപ്പ് നേരിടേണ്ടതുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുഖം രക്ഷിക്കാൻ ഇറാനെതിരെ ഒരു പ്രഹരം കൂടി നടത്തണമായിരുന്നു. ഇറാൻ നടത്തിയ ആക്രമണത്തെ നിരവധി രാഷ്ട്രങ്ങൾ അപലപിച്ചു. ഇറാൻ നിരപരാധികളുടെ ജീവൻ അപകടത്തിലാക്കുകയും ജെറുസലേമിലെ പുണ്യസ്ഥലങ്ങൾക്ക് സമീപം വ്യോമാതിർത്തിയിലൂടെ മിസൈലുകൾ അയക്കുകയും ചെയ്തതായി 48 രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാൻ നിരവധി രാജ്യങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചതായും ഇവർ ചൂണ്ടിക്കാട്ടി. ഗാസയിൽ നിന്ന് ഇറാനിലേക്ക് യുദ്ധം വ്യാപിക്കുമ്പോൾ കാര്യങ്ങൾ കൈവിടുമെന്ന് വൻ ശക്തി രാജ്യങ്ങൾ ഭയക്കുന്നു. ആക്രമണത്തിന് കൂടെ ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയ യുഎസ് ഇസ്രായേലിനുമേൽ സമ്മർദ്ദവുമായി രംഗത്തുണ്ട്. ബ്രസൽസിൽ യോഗം ചേർന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ കൌൺസിൽ സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടത് ചെയ്യാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനിടെ ഇസ്രായേൽ ആക്രമണത്തിന് ഇറാൻ ഉപയോഗിച്ച ഡ്രോണുകളുടെ എഞ്ചിൻ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് യുഎസും യുകെയും ഉപരോധം ഏർപ്പെടുത്തി. ഉരുക്ക് ഉൽപാദനത്തിലേർപ്പെട്ട 5 സ്ഥാപനങ്ങൾക്കും ഇറാൻ വാഹന നിർമ്മാതാക്കളായ ബഹ്മാൻ ഗ്രൂപ്പിന്റെ 3 ഉപസ്ഥാപനങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ സൈന്യത്തിനും ഉപരോധം നേരിടുന്ന മറ്റു ഗ്രൂപ്പുകൾക്കും ബഹ്മാൻ ഗ്രൂപ്പ് സഹായം നൽകുന്നുവെന്നാണ് ആരോപണം. ഇറാന്റെ ഡ്രോൺ, മിസൈൽ വ്യവസായം എന്നിവയുമായി ബന്ധപ്പെട്ട 16 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമാണ് ബ്രിട്ടനും യുഎസും ഉപരോധം ഏർപ്പെടുത്തിയത്. കൂടുതൽ ആക്രമണത്തിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കുകയാണ് ഉപരോധം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് യുഎസ് ട്രഷറി സെക്രട്ടറി ജനറ്റ് യെല്ലൻ പറഞ്ഞു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്, പ്രതിരോധ മന്ത്രാലയം എന്നിവയ്ക്കുമേലും യുഎസ് പുതിയ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ പ്രസിഡന്റ് ജോ ബൈഡൻ G7 ഉൾപ്പെടെയുള്ള യുഎസിന്റെ സഖ്യരാഷ്ട്രങ്ങളുമായി ഇറാന് ശക്തമായ മറുപടി നൽകുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സള്ളിവൻ പറഞ്ഞു. മേഖലയിൽ മിസൈൽ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നടപടികളുമായി യുഎസ് മുന്നോട്ടു പോകുമെന്നും സള്ളിവൻ പറഞ്ഞു. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇറാനിലെ 600ഓളം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ യുഎസ് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ യുഎസിന്റെ സഖ്യരാഷ്ട്രങ്ങളും ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.